കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിലെ ചർച്ച വീര്യം കുറഞ്ഞ മദ്യത്തെക്കുറിച്ചാണ്. ഇക്കഴിഞ്ഞ ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് ധനമന്ത്രി വി.ഡി. സതീശൻ നികുതി നിശ്ചയിച്ച് പ്രഖ്യാപിച്ചത് വൻ വിവാദമായിരിക്കുകയാണല്ലോ. ഈ ദിവസങ്ങളിലെല്ലാം പല ചാനലുകളിലെയും ചർച്ചകളും ഈ വിഷയത്തെക്കുറിച്ചായിരുന്നു. ആദ്യം UDF-നെ ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിച്ചെങ്കിൽ CPM-ന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പുറത്തുവിട്ടതോടെ കളി മാറിയിരിക്കുകയാണ്. ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ നടന്ന ചർച്ചയിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് BRM ഷഫീർ ആണ് പങ്കെടുത്തത്. UDF-നെ പ്രതിരോധത്തിലാക്കാമെന്ന ധാരണയോടെയായിരുന്നു ചർച്ച. എന്നാൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഫയൽ രൂപീകരണ കാലം മുതലുള്ള CPM പങ്ക് പറഞ്ഞ് ഷഫീർ തകർത്തടിച്ചു. 2021 സെപ്റ്റംബർ 17-ന് അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദന് മുൻപാകെ മദ്യക്കമ്പനികൾ കത്തുമായി വന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2021 നവംബർ 16-ന് അബ്കാരി ചട്ടത്തിൽ ഭേദഗതി ചെയ്യാൻ മന്ത്രി നിർദ്ദേശിക്കുന്നു. നവംബർ 17-ന് ബെക്കാഡി, SDF എന്നീ കമ്പനികൾ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ അനുമതി തേടി അപേക്ഷ കൊടുത്തു. ഈ അപേക്ഷകൾ പരിഗണിച്ച് വീര്യം കുറഞ്ഞ മദ്യത്തിന് നിർവചനം നൽകാൻ MV ഗോവിന്ദൻ 2021 നവംബർ 29-ന് ഫയലിൽ കുറിപ്പെഴുതി. എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദൻ നയം രൂപീകരിച്ചു. അബ്കാരി ചട്ടവും ഭേദഗതി ചെയ്തു. കമ്പനികൾ അപേക്ഷ കൊടുത്തത് MV ഗോവിന്ദന് മുമ്പാകെ. അദ്ദേഹം അത് സ്വീകരിച്ചു. അബ്കാരി ചട്ടം ഭേദഗതി ചെയ്യുന്നു. അതിന് പേരിടുന്നു. അടിയന്തരമായി പൂർത്തിയാക്കാൻ പറയുന്നു. ഏറ്റവും ഒടുവിൽ 2023 ജനുവരി 6-ന് അന്നത്തെ എക്സൈസ് മന്ത്രിയായ MB രാജേഷ് അംഗീകരിച്ചുവെന്ന് ഫയലിൽ എഴുതി. എല്ലാ നടപടികളും പൂർത്തിയാക്കിയത് 2 CPM മന്ത്രിമാർ. ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? ബെക്കാഡി ഫയലിന്റെ പിതാവ് MV ഗോവിന്ദനാണ്. UDF സർക്കാർ അതിന് നികുതി നിശ്ചയിക്കുക മാത്രമാണ് ചെയ്തതെന്നും BRM ഷഫീർ പറഞ്ഞു. 2017 ജൂൺ മാസം 6-ാം തീയതി എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ TP രാമകൃഷ്ണനാണ്. MV ഗോവിന്ദൻ പോലും അല്ല. ശ്രീ TP രാമകൃഷ്ണന് മുമ്പാകെ ഒരു കത്ത് നൽകുന്നു. ആ കത്ത് നൽകിയപ്പോഴാണ് വീര്യം കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫയൽ നിഷേധിച്ചത്. അനുമതി നിഷേധിച്ച മന്ത്രിയുടെ പേര് TP രാമകൃഷ്ണൻ, മുൻ LDF-ന്റെ പിന്നീട് കൺവീനറായിട്ട് വന്നയാൾ. എന്നാൽ 2021 സെപ്റ്റംബർ മാസം 17-ാം തീയതി ഇപ്പോഴത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മുമ്പാകെ അവർ ഈ പറയപ്പെടുന്ന പരിമിതിയെ മറികടക്കാൻ വേണ്ടി ഒരു കത്തുമായിട്ട് വന്നു. അതുകൂടെ കേക്ക്. TP രാമകൃഷ്ണൻ ഞാനത് പറയട്ടെ, അത് പറയണ എന്താ കുഴപ്പം? അല്ല അങ്ങനെയല്ല. ഈ ചർച്ച മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ മുതലാണ് തുടങ്ങേണ്ടത്. 2 മിനിറ്റ് എനിക്ക് പിന്നെ അതിലേക്ക് കുഴപ്പമില്ല. 2021 സെപ്റ്റംബർ മാസം 17-ാം തീയതി MV ഗോവിന്ദൻ മുമ്പാകെ ഈ കമ്പനി വീണ്ടും കത്ത് നൽകി. 2021 നവംബർ മാസം 16-ാം തീയതി അബ്കാരി ചട്ടത്തിൽ ഭേദഗതി വരുത്തിയാൽ മാത്രമേ നടപ്പിലാക്കാൻ കഴിയൂ എന്ന ഒറ്റ കാരണത്താൽ അദ്ദേഹം അബ്കാരി ചട്ടത്തെ ഭേദഗതി ചെയ്യാൻ വേണ്ടി നിർദ്ദേശം നൽകുന്നു. ആര്? ശ്രീ MV ഗോവിന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി. ഇപ്പോൾ 2021 നവംബർ 17 ഈ ഇൻഡസ്ട്രിയിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് വിൽപ്പന അനുമതി തേടിക്കൊണ്ട് പിന്നെ ബെക്കാഡി, SDF തുടങ്ങിയ 2 കമ്പനികൾ, ഒന്നല്ല 2 കമ്പനികൾ അപേക്ഷ കൊടുക്കുന്നു. MV ഗോവിന്ദൻ ഫയൽ എഴുതുന്നു. ഈ 2 കമ്പനികളുടെയും അപേക്ഷകൾ ഒരുമിച്ച് പിന്നെ കൊണ്ടുവന്നതിന് ശേഷം ഇതിന് എന്ത് നിർവചനം, എന്ത് പേരിടണം എന്ന് ചോദിച്ചുകൊണ്ട് നിർവചനം നടപ്പിലാക്കാൻ അല്ലെങ്കിൽ നിർവചനം രൂപീകരിച്ച് നൽകി. പിന്നെ ഒരു റിപ്പോർട്ട് അടിയന്തരമായിട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം MV ഗോവിന്ദൻ ഫയലിൽ കുറിച്ചത് 2021 നവംബർ മാസം 29-ാം തീയതി. നിങ്ങൾ പറഞ്ഞ 2016-ൽ നിന്നും 2021 നവംബർ മാസം 29-ാം തീയതി വന്നപ്പോൾ ശ്രീ MV ഗോവിന്ദൻ എന്ന് പറയുന്ന മന്ത്രി നയവും രൂപീകരിച്ചു. അബ്കാരി ചട്ടം ഭേദഗതിയും ചെയ്തു. അവരെ ഇതിനകത്ത് ഉൾപ്പെടുത്താനും തീരുമാനിച്ചു, പേരിടാനും തീരുമാനിച്ചു. പേരെന്താണെന്നറിയോ? ലോ ആൽക്കഹോളിക് ബിവറേജസ്. പേരിട്ടത് ആരാ? ഏത് ഫയൽ മേലാ പേരിട്ടത്? MV ഗോവിന്ദൻ. അപ്പോ ഇത് കൊണ്ടുവന്ന അപേക്ഷ കൊടുത്തത് MV ഗോവിന്ദന് മുമ്പാകെ. അദ്ദേഹം അത് സ്വീകരിക്കുന്നു. അദ്ദേഹം എഴുതുന്നു, ഇത് കൊണ്ടുവരാൻ പറയുന്നു. അതിനുശേഷം അബ്കാരി ചട്ടം ഭേദഗതി നടത്തുന്നു, അതിന് പേരിടുന്നു, അത് അടിയന്തരമായി പൂർത്തിയാക്കാൻ പറയുന്നു. ഏറ്റവും അവസാനം 2023 ജനുവരി മാസം 6-ാം തീയതി MB രാജേഷ് ഈ ഫയലിൽ എഴുതി അംഗീകരിച്ചു. അത് 2022 ജനുവരി മാസം 6-ാം തീയതി രാവിലെ 10 മണി 10:01 AM അദ്ദേഹം അംഗീകരിച്ചു. എന്ന് പറഞ്ഞാൽ ഈ ഫയലിന് മേൽ 2 മന്ത്രിമാരാണ് തീരുമാനമെടുത്തത്. ആ തീരുമാനം MV ഗോവിന്ദനും MB രാജേഷുമാണ്. അപ്പൊ എല്ലാ നടപടിയും പൂർത്തിയാക്കി. അബ്കാരി ചട്ടം ഭേദഗതി ചെയ്ത് പേര് വിട്ട് ടാക്സ് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നേരെ IGST പിന്നെ നികുതി വകുപ്പിലേക്ക് അയച്ചു. നികുതി വകുപ്പ് ആദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, കൊടുക്കേണ്ടതില്ല.
ഇവർക്ക് ടാക്സ് കുറച്ചു കൊടുത്താൽ വലിയ അപകടമുണ്ടാവും, ധനകാര്യ വകുപ്പിനെ ബാധിക്കും, കൊടുക്കേണ്ടതില്ല. ഉടനെ എം വി ഗോവിന്ദൻ നേരെ വീണ്ടും നികുതി വകുപ്പിന് അയച്ചു, തിരിച്ചെഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. നികുതി വകുപ്പ് രണ്ടാമത്തെ നിർദ്ദേശം സ്വീകരിച്ചു, വീണ്ടും കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു ആവാം. അപ്പോ പേരിട്ടത് എം വി ഗോവിന്ദൻ, അബ്കാരി ചട്ടം ഭേദഗതി ചെയ്തത് എം വി ഗോവിന്ദൻ, അതിന് പിന്നെ ലോ ആൽക്കഹോളിക് ബിവറേജസ് എന്ന് പേരിട്ടു. അതിനുശേഷം നികുതി വരുത്തി, നികുതിയെ എത്ര വേണം നിശ്ചയിക്കാൻ പറഞ്ഞു. ആദ്യം നികുതി വകുപ്പ് നിഷേധിച്ചു, രണ്ടാമത് 6 മാസത്തിനകത്ത് വീണ്ടും വിളിച്ചു വരുത്തി. ആ രണ്ടാമത് വിളിച്ചു വരുത്തിയപ്പോ ആ നികുതി നിർദ്ദേശത്തിന്റെ പേരിൽ പിന്നെ നികുതി വകുപ്പ് അനുകൂലമായി പ്രതികരിച്ചു. ആരുടെ കാലത്ത്? ഈ പറഞ്ഞ എം വി ഗോവിന്ദന്റെ കാലത്ത്. അവസാനം അതിൽ ഒപ്പിട്ടതാരാ? എം വി രാജേഷ്. എം വി രാജേഷിന്റെ ഒപ്പിന്റെ മുകളിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഈ തീരുമാനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ബക്കാടി ഫയലിന്റെ പിതാവ് ശ്രീ എം വി ഗോവിന്ദനാണ്. ബക്കാടി ഫയലിന്മേൽ ഒപ്പുവെച്ച അവസാനത്തെ മന്ത്രി എം വി രാജേഷാണ്.